എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഭവാനി അഭിരാമിയെ ഇല്ലാതാക്കാനായി കൊട്ടേഷൻ കൊടുക്കാൻ ഒരാളെ വരുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം മറന്നു നിന്ന് കേൾക്കുകയാണ് അച്യുതൻ. അയാളോടായി ഭവാനി ഇങ്ങനെ പറയുന്നു: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഭിരാമിയെ കൊല്ലാനായി ഞാൻ അവളെ ഏൽപ്പിച്ചത് ഒരു ടാക്സി ഡ്രൈവർ അച്യുതൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ ആദ്യം അറിയേണ്ടത് താൻ അന്ന് ഏൽപ്പിച്ച ആ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. പണ്ട് എന്താണ് നടന്നിട്ടുള്ളതെന്ന് താൻ കുറച്ചുകൂടി വ്യക്തമായി പറയാമെന്ന് ഭവാനി പറയുന്നു. യഥാർത്ഥത്തിൽ അഭിരാമി അന്ന് താൻ മൂന്നാറിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തു തന്നെയാണ്. അങ്ങനെ അവർ കാര്യങ്ങൾ ഓരോന്നായി പറയുന്നു. മൂന്നാറിൽ നിന്ന് താൻ നേരെ ചെന്നത് കണ്ണൂരിലേക്കാണ്. ഇത് കേൾക്കുന്ന അയാൾ ചോദിക്കുന്നു: നിങ്ങളെന്തിനാണ് കണ്ണൂരിലേക്ക് പോയത്? മറുപടി ഭവാനി: അന്ന് തൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടായിരുന്നത് കണ്ണൂരിലാണ്. അതുകൊണ്ട് തന്നെ താൻ അവിടേക്കാണ് അഭിരാമിയെ കൊണ്ടുപോയത്. അങ്ങനെ നേരം വെളുത്തപ്പോൾ തന്നെ അഭിരാമിയെ കൊണ്ട് താൻ കണ്ണൂരിലെ തൻ്റെ വീട്ടിലേക്ക് എത്തിയെന്ന് ഭവാനി. വീട്ടിലെത്തിയ പാടെ ഒരു ഇരുണ്ട മുറിയിൽ അഭിരാമിയെ ആക്കിയ ശേഷം അവർ വാതിലടയ്ക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ഭവാനി താൻ ഇനി അച്യുതനെ പറ്റി പറയാമെന്ന് അയാളോടെ പറയുന്നു. അച്യുതൻ എന്നത് തൻ്റെ കമ്പനിയിലെ സ്ഥിരം ഡ്രൈവറായിരുന്നു. ഞങ്ങളുടെ കമ്പനി പൂട്ടിയതോടുകൂടി അയാൾക്കും വരുമാനമില്ലാതായി. അങ്ങനെ പിറ്റേന്ന് തന്നെ അച്യുതൻ തന്നെ കാണാനായി വീട്ടിലേക്ക് വന്നു. ഈ സമയം 3.5 വയസ്സുള്ള അഭിരാമിയെ വളരെയധികം വഴക്കു പറഞ്ഞ് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഭവാനി. എന്നാൽ അഭിരാമിയാകട്ടെ തൻ്റെ അമ്മയെ കാണാത്തതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ അച്യുതൻ ആ വീടിൻ്റെ ഉമ്മറത്തെത്തുകയും ചെയ്യുന്നു. അച്യുതൻ അങ്ങോട്ടേക്ക് വന്നതറിഞ്ഞ് ഭവാനി വീടിൻ്റെ വാതിൽ തുറന്ന് അയാളെ സ്വീകരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഭവാനി ചോദിക്കുന്നത്. ഓട്ടമൊന്നും കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി അച്യുതൻ അല്ലെങ്കിലും തനിക്ക് വേറെ വരുമാനമൊന്നും ഇല്ലായിരുന്നു. മെയിനായിട്ട് മാഡത്തിൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഓട്ടം കൊണ്ടുള്ള വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവരോടായി പറയുന്നു. കമ്പനി ഇനി ഉടനെ എങ്ങാനും തുറക്കുമോ എന്നാണ് അച്യുതൻ അറിയേണ്ടത്. പറയാൻ പറ്റില്ല, അത് ഗവൺമെൻറ് സീൽ ചെയ്തതല്ലേ. അതിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് ഭവാനിയും പറയുന്നു. ഈ സമയം അച്യുതൻ മറ്റൊരു കാര്യം ഭവാനിയോടെ പറയുന്നുണ്ട്. പുറത്തെ ആളുകൾ പല കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന ഭവാനി ദേഷ്യത്തോടു കൂടി ആളുകൾ അങ്ങനെ പലതും പറഞ്ഞു തന്നിരിക്കും, അതൊന്നും സത്യമാവണമെന്നില്ലല്ലോ. അതിരിക്കട്ടെ, അച്യുതൻ ഇതിനാണ് ഇപ്പോൾ തന്നെ കാണാൻ വന്നതെന്ന് ഭവാനി എടുത്തു ചോദിക്കുന്നു. മറുപടിയെ അച്യുതൻ തൻ്റെ കാറ് ആകെ പഴയതായി, മാത്രമല്ല പുതിയൊരു കാറ് മേടിക്കുകയായിരുന്നെങ്കിൽ ടൂറിസ്റ്റ് പെർമിറ്റിൽ തനിക്ക് ആ വണ്ടിയുമായി ഓടാമായിരുന്നു. ഈ ഒരു ആവശ്യം മാഡത്തോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നതെന്ന് അച്യുതൻ പറയുന്നു. തൻ്റെ കയ്യിൽ ഇപ്പോൾ എവിടെ നിന്നാണ് പണം? മാത്രമല്ല തൻ്റെ കയ്യിലുള്ള എല്ലാ പണവും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് ഭവാനി പറയുന്നത്. അങ്ങനെ വിവരമെല്ലാം പറഞ്ഞ ശേഷം അച്യുതൻ മറ്റൊന്നുകൂടി ചോദിക്കുന്നുണ്ട്: മാഡം, സാഗർ സാറിൻ്റെ സ്ഥലം എവിടെയായിട്ടാണ്? അത് തെക്കൻ തിരുവിതാംകൂറിലാണെന്നാണ് ഭവാനിയുടെ മറുപടി. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, അവിടെ ആരെയും തന്നെ എനിക്കറിയില്ലെന്ന് അച്യുതൻ പറയുന്നുണ്ട്. എന്തായാലും അച്യുതൻ്റെ കാര്യം തനിക്ക് ഓർമ്മയുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. താൻ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞ് അച്യുതനെ ഭവാനി അവിടെ നിന്ന് യാത്രയാക്കുന്നു. ഇങ്ങനെയാണ് താൻ അച്യുതൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മുതലെടുത്ത് അന്ന് അഭിരാമിയെ കൊല്ലാനായിട്ടുള്ള കൊട്ടേഷൻ ഏൽപ്പിച്ചതെന്ന് ഭവാനി ഇപ്പോൾ അയാളോടായി പറയുന്നു. അങ്ങനെ അന്നേ ദിവസം തൻ്റെ വീട്ടിലേക്ക് എത്തിയ അച്യുതനോടായി ഭവാനി പറയുന്നു: അവളെ കൂട്ടിക്കൊണ്ടുപോയി നീ ഏതെങ്കിലും മലമുകളിൽ നിന്ന് അവളെ തള്ളിയിട്ട് കൊല്ലണം. എന്നാൽ ഇത് കേൾക്കുന്ന അച്യുതൻ: മാഡം, ഇങ്ങനെയുള്ള ക്രൂരതകളെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ ഇരയാക്കണോ? എന്നാൽ ഇത് കേൾക്കുന്ന ഭവാനി: അവളുടെ അച്ഛൻ കാരണമാണ് ഞങ്ങളിപ്പോൾ ഈ നിലയിലായത്. കൂടാതെ മറ്റൊന്നുകൂടി ഭവാനി കൂട്ടിച്ചേർക്കുന്നുണ്ട്: നീ തന്നെ ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൈ നീട്ടി ഇങ്ങനെ നിൽക്കുന്നില്ലേ, അപ്പോൾ നീ ഇത് ചെയ്തേ മതിയാകൂ. ഇതിനുള്ള സഹായമായി 15 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ നിന്റെ ബാങ്കിലേക്ക് എത്തും. അങ്ങനെ അച്യുതൻ അഭിരാമിയെ സന്തോഷത്തോടുകൂടി തൻ്റെ കൈകളിലേറ്റി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത്രയും കേട്ട ശേഷം ഭവാനിയുടെ അയാൾ ചോദിക്കുന്നു: അപ്പോൾ കുഞ്ഞിനെ കൊന്നു എന്നുള്ളതിന് തെളിവെന്താണ്? ഇത് കേട്ടപാടെ ഭവാനി തൻ്റെ ഫോണിലേക്ക് അന്ന് അച്യുതൻ അയച്ച അഭിരാമി മരിച്ചു കിടക്കുന്ന രീതിയിലുള്ള ഫോട്ടോ കാണിക്കുന്നു. ഇത്രയും നേരം ഇതെല്ലാം കേട്ടു നിന്നയാൾ ഭവാനിയോടെ ചോദിക്കുന്നു: ഇപ്പോൾ തൻ്റെ ആവശ്യം എന്താണ്? ഇതിന് മറുപടി ഭവാനി: താൻ കഴിഞ്ഞ ദിവസം അച്യുതനെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അടുത്തെവിടെയോ തന്നെ അയാൾ താമസിക്കുന്നുണ്ട്. തൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ച ഈ സമയത്ത് തന്നെ താൻ പണ്ട് അഭിരാമിയെ കൊല്ലാനേൽപ്പിച്ച വിവരങ്ങാനം സാഗറിൻ്റെ വീട്ടിലറിഞ്ഞാൽ തൻ്റെ എല്ലാ പ്ലാനും പൊളിയും. തൻ്റെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കാനായിട്ട് പഴയ കാര്യങ്ങളുടെ ഒരു ചീള് പോലും ബാക്കിയുണ്ടാവാൻ പാടില്ലെന്ന് ഭവാനിക്ക് നിർബന്ധമുണ്ടെന്ന് അവരറിയിക്കുന്നു. ഈ സമയം വീട്ടിൽ സൗദാമിനിയമ്മ സംഗീതയോടായി ചോദിക്കുന്നു: നീ അഞ്ജനയോട് വീട്ടിലേക്ക് എത്താൻ പറഞ്ഞിരുന്നോ? എന്നാൽ ഇത് കേൾക്കുന്ന അമ്മ: അതെന്താ നിനക്ക് നേരിട്ട് വിളിച്ചാൽ? ഭവാനി എന്താ ഈ വീട്ടിലെ വേലക്കാരിയാണോ? അല്ലമ്മേ, ഞാൻ വിളിച്ചന്വേഷിച്ചോളാമെന്ന് സൗദാമിനിയമ്മയോടായി സംഗീത പറയുന്നു. ഈ സമയം തന്നെ സത്യദാസും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അജയുടെയും അഞ്ജനയുടെയും വിവാഹത്തെ പറ്റിയുള്ള ചർച്ച അവിടെ പുരോഗമിക്കുന്നു. അങ്ങനെ സൗദാമിനിയമ്മ സത്യദാസിനോടായി ചോദിക്കുന്നു: നീ അജയോട് വിവാഹത്തെപ്പറ്റി ചോദിച്ചോ? അവൻ എന്താ മറുപടി പറഞ്ഞത്? അവന് സമ്മതമാണല്ലോ അല്ലേ? ഇതെല്ലാം കേട്ട ശേഷം പറയാൻ അല്പമൊന്നും മടിച്ചിട്ട് സത്യദാസ് അവരോടെല്ലാവരോടായി പറയുന്നു:
അവന് അല്പം കൂടി സാവകാശം എല്ലാവരും കൊടുക്കണം. അവനെ ഇതിനായി ആരും നിർബന്ധിക്കാൻ ഇടയാകരുത്. എന്നാൽ ഇത് കേൾക്കുന്ന ഭവാനിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. അവനാണോ സാവകാശം വേണ്ടിയത്, അതോ അവൻ്റെ ഉപദേശിക്കാണോ? എൻ്റെ മകളുമായുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ആർക്കാണ് ഇത്രയ്ക്കും സാവകാശം ആവശ്യമെന്ന് ഭവാനി ദേഷ്യത്തോടു കൂടി അവരോടായി ചോദിക്കുന്നു. അതിനുശേഷം ഭവാനി ഒരു കാരണം കിട്ടാനെന്നോണം സത്യദാസനോടായി ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന സൗദാമിനി അമ്മ, നീ എന്ത് കിട്ടിയാലും ഇവൻ്റെ നേരെ ഇങ്ങനെ ചാടി കയറുന്നത് എന്തുകൊണ്ടിട്ടാണ്? അക്കാര്യം എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ഭവാനി എടുത്ത് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള പഴയ കാര്യത്തെപ്പറ്റിയുള്ള ചർച്ചയൊന്നും ഇവിടെ വേണ്ട. നമ്മളിപ്പോൾ എന്തിനെപ്പറ്റിയാണോ ചർച്ച ചെയ്യേണ്ടതെന്ന് ആ കാര്യത്തെപ്പറ്റി മാത്രം ഇവിടെ സംസാരിച്ചാൽ മതിയെന്ന് സൗദാമിനി അമ്മ പറയുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടെ ഉമ്മറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അഞ്ജന കാറിൽ വന്നിറങ്ങുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.